Good morning, my dear students. Today we are going to discuss the new portion of our bioinorganic chemistry. Our next topic is biochemistry of iron. This is one of the important portion in our chapter, and in this portion we will discuss deeply about hemoglobin and myoglobin. So, biochemistry of iron. Iron is essential for both plants and animals in small amounts. However, it is toxic in larger quantities. Iron is involved in different processes like as an oxygen carrier in the blood of mammals, birds and fish as hemoglobin, for oxygen storage in muscle tissues as myoglobin, as an electron carrier in plants, animals and bacteria as cytochrome, and for electron transfer in plants and bacteria as ferridoxin. For storage and scavenging of iron in animals as ferritin transfer in hemosiderin, as nitrogenase, the enzyme in dinitrogen fixing bacteria, as a part of number of enzymes like aldehyde oxidase, catalase and peroxidase. നമുക്കറിയാം അയൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബട്ട് ഇൻ സ്മോളർ എമൗണ്ട്സ്. ഇറ്റ് ഈസ് ടോക്സിക് ഇഫ് ഇറ്റ് ഈസ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ്. പിന്നെ നമ്മൾ അയണിൻ്റെ ഒരുപാട് യൂസ്, അയൺ എങ്ങനെയൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്, ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വേസ് ഇൻ വിച്ച് മെറ്റൽ അയോൺസ് ആർ ഇൻവോൾവ് ഇൻ ബയോകെമിസ്ട്രി ഈസ് ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സസ് ഓർ ചീലേറ്റ്സ്. അതായത് മെറ്റൽ അയോൺസ് ബയോകെമിസ്ട്രീനെ എങ്ങനെയാണ് അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? മെയിൻലി മെറ്റൽ അയോൺസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ചീലേറ്റ്സ് എന്നുള്ള ഫോമിലാണ്, കോംപ്ലക്സ് എന്നുള്ള ഫോം. ഈ ചീലേറ്റ്സ് കോംപ്ലക്സ് ഒക്കെ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ്, porphyrins are derivatives of porphin in which 4 pyrrole units are linked by 4 methane bridges. അതായത് ഫിഗർ എയിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് പൈറോൾ. ഈ പൈറോൾ 4 പൈറോൾ യൂണിറ്റ്സ് ഉള്ള സ്ട്രക്ചറാണ് പോർഫിൻ എന്ന് പറയുന്നത്. ഈ 4 പൈറോൾ റിങ്സിനെ ഒരു സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് കൊണ്ട് ജോയിൻ ചെയ്ത സ്ട്രക്ചറാണ് നമുക്ക് ഫിഗർ ബിയിൽ പോർഫിനിൽ കാണാൻ പറ്റുന്നത്. അതായത് 4 പൈറോൾ റിങ്സ് ലിങ്ക്ഡ് ബൈ 4 മീഥേൻ ബ്രിഡ്ജസ്, അതാണ് പോർഫിൻ. ഈ പോർഫിൻ്റെ ഒരു മോഡിഫൈഡ് സ്ട്രക്ചറാണ് ഹീം ഗ്രൂപ്പിൻ്റെ, അതായത് ഹീമോഗ്ലോബിൻ്റെ. അതായത് അതിൻ്റെ സെൻറ്ററിലൊരു അയൺ വരും, ബാക്കി അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസും വരും. ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഹീം. ഇൻ ഹീം the inner hydrogen atoms of porphin have been replaced by iron atom, while in chlorophyll they are replaced by magnesium. അതായത് ഹീം ഗ്രൂപ്പിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇന്നർ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അയൺ ആറ്റം വരും, but in chlorophyll മെഗ്നീഷ്യമാണ് വരുന്നത്. Then an important point, heme group always function in intimate association with a protein molecule. ഹീം ഗ്രൂപ്പ് എപ്പോഴും ഒരു പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. Now you all can see the structure of heme group. As we say about that, 4 pyrrole rings which are joined by methane bridges, and modifications like methyl group, CH2 double bond CH group and ethyl acetate group can be seen, and they are arranged in a particular order. This is structure of heme group. Then the important compounds in which iron is present as heme proteins. Iron heme proteins ആയിട്ട് പ്രസൻ്റ് ആയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ് നമ്മളിപ്പോൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ഹീമോഗ്ലോബിൻ, ദെൻ മയോഗ്ലോബിൻ, ദെൻ സൈറ്റോക്രോം, ദെൻ ആസ് എൻസൈംസ് സച്ച് ആസ് കാറ്റലൈസ് ആൻഡ് പെറോക്സിഡേസ്. Hemoglobin has a molecular weight of 64,500 and consists of 4 subunits, each containing one heme group. The 4 units are similar but not identical. ഹീമോഗ്ലോബിൻ്റെ മോളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റുകളാണ് ഉള്ളത്, ഓരോന്നിലും ഓരോ ഹീം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഹീമോഗ്ലോബിനിൽ 4 ഹീം ഗ്രൂപ്പ് നമുക്ക് കാണാം. ഈ 4 ഹീം ഗ്രൂപ്പും സിമിലർ ആണ്, ബട്ട് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ. Then myoglobin is similar to one of the subunit of hemoglobin, and it contains only one iron atom and has a molecular weight of 17,000. അപ്പോൾ അതിനെന്താ മനസ്സിലാവുന്നത്, മയോഗ്ലോബിനിൽ 1 of the subunit of hemoglobin ഉള്ളൂ. അതിനനുസരിച്ച് അതിനർത്ഥം
അതിന് ഒരു ഹീം ഗ്രൂപ്പേ ഉള്ളൂ. So it contains only one iron atom and has a molecular weight of 17,000. Then myoglobin binds oxygen more strongly than hemoglobin. The oxygen transport activity of hemoglobin is manifested in two ways. Uh, It binds oxygen molecule to its iron atom and transport them from lungs to muscles where they are delivered to myoglobin molecules. These store oxygen until it is required for metabolic action. The hemoglobin then uses certain amino groups to bind carbon dioxide and carry it back to lungs. അതെന്താ പറയുന്നത്? നമ്മൾ ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ടല്ലോ, അയൺ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബ്ലഡ് ലങ്സിൽ നിന്ന് പല ഭാഗത്തേക്കും പോവും. ദാറ്റ് ഈസ് ടു മസിൽസ്, ടിഷ്യൂസ്, അവിടേക്കൊക്കെ പോവും. ആ പോകുന്ന സമയത്ത് മയോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ടാവും. ഇവർ ഈ ഓക്സിജനെ മയോഗ്ലോബിൻ മോളിക്യൂൾസിന് കൊടുക്കും. അവർ ഇതിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അവർ ഇതിനെ ഉപയോഗിക്കും. എന്നിട്ട് ബാക്കി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജൻ റിലീസ് ചെയ്തതിന് ശേഷം സർട്ടൻ അമിനോ ആസിഡ്സിനെ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള കാർബൺ ഡയോക്സൈഡായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് അതിനെ തിരിച്ച് ലങ്സിലോട്ട് കൊണ്ടുവരും. ഇതാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. Next one, structure of hemoglobin. Then the heme group is attached to the protein in both hemoglobin and myoglobin through a coordinated histidine nitrogen atom. നമ്മൾ അപ്പോഴേ പറഞ്ഞു ഹീം ഗ്രൂപ്പ് ഈസ് ഓൾവേസ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പോൾ ഈ പ്രോട്ടീൻ മോളിക്യൂളായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കോർഡിനേറ്റഡ് ഹിസ്റ്റഡിൻ നൈട്രജൻ ആറ്റത്തിലൂടെയാണെന്നാണ് പറയുന്നത്. Then the heme group contains iron at the center of porphyrin ring that we all know. Then the 4 nitrogen atoms of the porphyrin ring are coplanar with the iron. The 5th position on the iron is occupied by nitrogen atom from a long side chain. The 6th site of the octahedron around the iron will hold an oxygen molecule or a water molecule or some other group. The position trans to the histidine nitrogen is occupied by a water molecule in the deoxy form or by oxygen in the oxygenated form. അതായത് നമുക്ക് ഈ അയൺ 4 നൈട്രജൻ ആറ്റംസ് അയണായിട്ട് കോപ്ലാനാർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഈ അയൻ്റെ 5th പൊസിഷനിൽ ആരാ കാണുന്നത്? നൈട്രജൻ ഫ്രം എ ലോങ് സൈഡ് ചെയിൻ. അതേത് നൈട്രജനാണ്? നമ്മൾ പറഞ്ഞു ഹീം ഗ്രൂപ്പ് ഈസ് ഓൾവേസ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രോട്ടീൻ. ആ പ്രോട്ടീൻ മോളിക്യൂൾ നൈട്രജൻ ആയിട്ടാണ്. ദെൻ ദ 6th സൈറ്റ് എന്ന് പറയുന്നത് ഒന്നിലെ ഓക്സിജൻ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് ആയിരിക്കും. അപ്പോൾ ഇനി ഡിഓക്സി ഫോമിൽ അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ആയിരിക്കും കാണപ്പെടുക. ഓക്സിജനേറ്റഡ് ഫോമിൽ അവിടെ ഓക്സിജൻ മോളിക്യൂളാണ് നമുക്ക് കാണപ്പെടുക. Then from the figure we can see the mode of oxygen carriage by hemoglobin. ഫിഗർ എയിൽ എന്താണ്? 4 നൈട്രജൻ കോപ്ലനാറായിട്ട് നിൽക്കുന്നുണ്ട്. 6th പൊസിഷനിൽ നൈട്രജൻ ആറ്റം ഓഫ് ദ ഹിസ്റ്റഡിൻ റെസിഡ്യൂ, 5th പൊസിഷനിൽ വാട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് ഡിയോക്സി ഫോമാണ്. ഇനി അത് ഓക്സിജനേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓക്സിജൻ മോളിക്യൂൾ വരും 5th സൈറ്റിൽ. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. Hemoglobin has greater affinity for oxygen at high oxygen pressures. In the lungs, the pressure of oxygen is very high and hemoglobin combines loosely and reversibly with oxygen, forming oxyhemoglobin. The arteries carry blood to parts of the body where oxygen is required, such as the muscles. Here the oxygen pressure is low, so oxyhemoglobin dissociates and sets free oxygen. This oxygen is stored in myoglobin until it is required for the oxidation of glucose. എന്താണ് പറയുന്നത്? ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ഗ്രേറ്റർ അഫിനിറ്റി. ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് കമ്പൈൻ ആവാനുള്ള കൂടുതൽ ചാൻസ് എപ്പോഴാണ് ഉള്ളത്? ഹൈ ഓക്സിജൻ പ്രഷറിൽ. അപ്പോൾ ലങ്സിൻ്റെ സിറ്റുവേഷൻ എന്താ? ലങ്സിലെ ഓക്സിജൻ്റെ പ്രഷർ ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ ലൂസ്ലി ആൻഡ് റിവേഴ്സിബ്ലി ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആർട്ടറീസ് എന്ത് ചെയ്യും? ഈ ബ്ലഡിനെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും, മസിൽസ് അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ. അവിടെ എന്താ അവസ്ഥ? അവിടെ ഓക്സിജൻ പ്രഷർ എന്ന് പറയുന്നത് ലോ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ ലോ പ്രഷറിൽ ഡിസോസ് ചെയ്തിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജൻ ആയിട്ട് മാറും. ഈ ഓക്സിജൻ മയോഗ്ലോബിനിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാണ് ചെയ്യുക. Look at the equation given below. Hemoglobin plus oxygen at high oxygen pressure give
oxyhemoglobin, then reversibly at low oxygen pressure it gets dissociated. Then the need for oxygen will be greatest in tissues that have already consumed oxygen and simultaneously have produced carbon dioxide. The carbon dioxide lowers the pH, thus causing hemoglobin to release even more oxygen to myoglobin. അതായത് ഏത് ടിഷ്യൂസിനായിരിക്കും ഓക്സിജൻ്റെ ആവശ്യം കൂടുതൽ? ഓൾറെഡി ഓക്സിജനെ കൺസ്യൂം ചെയ്ത ടിഷ്യൂസിനായിരിക്കും കൂടുതൽ ഓക്സിജൻ ഇനിയും വേണ്ടത്. കാരണം എന്ത് ചെയ്യും? ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അവർ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? അവിടുത്തെ pH കുറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഹീമോഗ്ലോബിന് കൂടുതൽ ഓക്സിജൻ മയോഗ്ലോബിനിലേക്ക് കൊടുക്കാൻ വേണ്ടി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുക. When oxygen is removed from hemoglobin in the muscles, it is replaced by a water molecule. The carbon dioxide molecule diffuses from blood plasma to hemoglobin, where it combines with water molecule, forming bicarbonate and H+. The H+ ions form hemoglobinic acid with hemoglobin. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് തിരിച്ച് ടിഷ്യൂസിലെത്തുമ്പോൾ അവർ രണ്ടും കൂടി ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ വേറെ ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇനി ഓക്സിജൻ ഹീമോഗ്ലോബിനെ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാച്ച് ആവും. അതാണ് Hb+H2O ഗിവ്സ് Hb.H2O എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യും? ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഇവർ ഈ വാട്ടർ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ബൈകാർബണേറ്റും ഹീമോഗ്ലോബിനിക് ആസിഡും ഫോം ചെയ്യും. ഹീമോഗ്ലോബിനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H+.Hb എന്ന് പറയുന്നത്. This bicarbonate ion diffused to blood plasma from hemoglobin and then the blood returns to the heart through veins. It is then pumped to the lungs where the whole events get reversed. The bicarbonate ions are converted back to carbon dioxide and water. This carbon dioxide is excreted into the air in the lungs and exhaled. അതായത് നമ്മൾ പറഞ്ഞു ബൈകാർബണേറ്റ് അയോൺസ് ഫോം ചെയ്തു എന്ന്. ഇവരെന്ത് ചെയ്യും? ബ്ലഡ് പ്ലാസ്മയിലേക്ക് പോകും. ഈ ബ്ലഡ് തിരിച്ച് വെയിനിലൂടെ ഹാർട്ടിലെത്തും. ഹാർട്ടിൽ എന്ത് സംഭവിക്കും? ഈ ഹോൾ പ്രോസസ് ഗെറ്റ് റിവേഴ്സ്ഡ്. ഈ ബൈകാർബണേറ്റ് അയോൺ കൺവേർട്ട് ചെയ്യും. എന്തായിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്റഡ് ഫ്രം അവർ ബോഡി. ദിസ് ക്യാൻ ബി സീൻ ഫ്രം ദ ഇക്വേഷൻ ഗിവൺ ബിലോ. ബൈകാർബണേറ്റ് പ്ലസ് ഹീമോഗ്ലോബിനിക് ആസിഡ് gives hemoglobin plus water plus carbon dioxide. അതായത് ഹോളായിട്ട് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ഓക്സിജൻ പ്രഷറിൽ മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ലങ്സിൽ ഹൈ ഓക്സിജൻ പ്രഷറാണ്. അപ്പോൾ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. എന്നിട്ട് ആർട്ടറി ഈ ബ്ലഡിനെ ക്യാരി ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും മസിൽസിലേക്കൊക്കെ. അവിടെ ഓക്സിജൻ്റെ പ്രഷർ കുറവാണ്. അപ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനായിട്ട് തരും. ഈ ഓക്സിജൻ മയോഗ്ലോബിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. ദെൻ ഹീമോഗ്ലോബിൻ നിന്ന് ഓക്സിജൻ റിമൂവ് ആയതിനു ശേഷം അവിടെ വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യും. അതേ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബ്ലഡ് പ്ലാസ്മ എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ ഫോം ചെയ്യും? ഹീമോഗ്ലോബിനിക് ആസിഡും ഫോം ചെയ്യും, ബൈകാർബണേറ്റും ഫോം ചെയ്യും. ഈ ബൈകാർബണേറ്റ് പിന്നീട് ബ്ലഡ് പ്ലാസ്മയിലോട്ട് പോവും. ഈ ബ്ലഡ് പ്ലാസ്മ തിരിച്ച് വെയിനിലൂടെ ഹാർട്ടിലേക്ക് എത്തും. ദെൻ ഇറ്റ് ഈസ് പമ്പ് ടു ലങ്സ്. ഈ ലങ്സിലെ ഹോൾ പ്രോസസ് ഗെറ്റ് റിവേഴ്സ്ഡ്. ലങ്സിലെത്തിയിട്ട് എന്ത് സംഭവിക്കും? ഈ ബൈകാർബണേറ്റ് അയോൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ബാക്ക് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ദെൻ ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗെറ്റ് excreted from our body, exhaled from our body. Then mechanism of oxygen binding. In oxyhemoglobin, iron is in low spin state and is diamagnetic. It is the right size to fit at the center of porphyrin ring. In deoxyhemoglobin, iron is in high spin state and is paramagnetic. The size of iron is too large to fit in the hole at the center of porphyrin ring. Thus, the presence of oxygen changes the electronic arrangement of iron and also change the shape of the complex from square pyramidal to octahedral. This also led to the distortion of bonds around iron. This movement of iron atom in one heme group act as a trigger which led to the extensive structural changes in other heme groups. This in turn influences the oxygen binding capability of heme in other subunits, which is termed as cooperativity.
An important factor that affects the oxygen binding ability of hemoglobin is the pH of the media. Under acidic pH, the equilibrium between deoxy and oxyhemoglobin is shifted in favor of the deoxygenation process, and this is called Bose effect. So, എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ ഓക്സിഹീമോഗ്ലോബിനിൽ അയൺ ലോ സ്പിൻ സ്റ്റേറ്റ് ആണ് ആൻഡ് ഇസ് ഡയമagnetic. ഡയമagnetic എന്ന് പറഞ്ഞാൽ എന്താണ്? all the electrons are paired. അപ്പോൾ ഈ ലോ സ്പിൻ ഓക്സിഹീമോഗ്ലോബിനിൽ അയൺ ലോ സ്പിൻ ആണ്, ഡയമagnetic ആണെന്ന് പറയുന്നു. ഇതാണ് റൈറ്റ് സൈസ്, ഇതാണ് അയണിൻ്റെ റൈറ്റ് സൈസ് ടു ഫിറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് പോർഫൈറിൻ. അപ്പോൾ കറക്റ്റായിട്ട് ഈ അയണിന് ഈ ഒരു സമയത്ത് പോർഫൈറിൻ്റെ സെൻറ്ററിൽ പോയി ഫിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ഡിയോക്സി ഫോം അയൺ എന്താണ്? ഹൈ സ്പിൻ സ്റ്റേറ്റ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് മീൻസ് ഇലക്ട്രോൺസ് എല്ലാം എന്താ പറയുക, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേറ്റിൽ അയണിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പോർഫൈറിൻ റിങ്ങിൻ്റെ ആ സെൻറ്ററിലുള്ള ഹോളിൽ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ഓക്സിജൻ്റെ പ്രസൻസ് കാരണം അയണിൻ്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റിൽ ഒരു ചേഞ്ച് വന്നു. അങ്ങനെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഷേപ്പ്, ഈ കോംപ്ലക്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിൽ നിന്ന് ഒക്ടാഹെഡ്രലാക്കി മാറും. അപ്പോൾ എന്ത് ചെയ്യും? അയണിൻ്റെ ചുറ്റുമുള്ള ബോണ്ടിൽ ഡിസ്റ്റോഷൻ വരും ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ അയണിൽ വരുന്ന ഈ ഒരു ഹീം ഗ്രൂപ്പിൽ ഒരു അയണിൽ വരുന്ന ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു വ്യത്യാസം ട്രിഗറായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് ഒരു ഹീം ഗ്രൂപ്പിൽ അയണിനൊരു വ്യത്യാസം വന്നു, ഈ ചേഞ്ച് എന്ത് ചെയ്യും? അടുത്ത ഹീം ഗ്രൂപ്പിലേക്കും സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഇതെന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഓക്സിജൻ ബൈൻഡിങ് കെപ്പബിലിറ്റി ഓഫ് ഹീം ഇൻ അതർ സബ് യൂണിറ്റ്സ്. അതായത് ഒരു ഹീം ഗ്രൂപ്പിൽ അയണിൽ വരുന്ന ചേഞ്ച് ട്രിഗറായി ആക്ട് ചെയ്ത് വേറെ ഹീം ഗ്രൂപ്പിലും അതുപോലെ അയണിന് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഇതെന്ത് ചെയ്യും? ഓക്സിജൻ ബൈൻഡിങ് കേപ്പബിലിറ്റി ഓഫ് ഹീം എന്നിട്ട് വേറെ സബ് യൂണിറ്റിൽ ഓക്സിജൻ ബൈൻഡിങ് കേപ്പബിലിറ്റിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കോപ്പറേറ്റിവിറ്റി എന്ന് പറയുന്നത്. അനദർ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്സിജൻ ബൈൻഡിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് pH എന്ന് പറയുന്നത്. ആസിഡിക് pH, നമുക്ക് ഓക്സിജനേറ്റഡ് ഓക്സി ആൻഡ് ഡിയോക്സി ഹീമോഗ്ലോബിൻ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ആണ് നമുക്കറിയാം. ആസിഡിക് pH ആണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുന്നത് ഡിയോക്സിജനേഷൻ പ്രോസസ്സിലേക്കാണ്. ഇതിനെയാണ് നമ്മൾ ബോർസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. In oxyhemoglobin, the oxygen is bound to the hemoglobin unit in a bent fashion with an angle of 130 degree. Then, the hemoglobin can interact with a variety of ligands like carbon monoxide, cyanide, etc. These molecules are toxic because they become attached to the iron atom of hemoglobin more strongly than oxygen, thereby prevent the oxygen transfer, which may result in death. അതായത് ഹീമോഗ്ലോബിന് ഓക്സിജനോ ഇതൊന്നല്ലാതെ കാർബൺ മോണോക്സൈഡ്, സയനൈഡ് അങ്ങനെയുള്ള ലിഗാൻസിനോടൊക്കെ ഇൻ്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ മോളിക്യൂളൊക്കെ എന്താണ്? ടോക്സിക് ആണ്. ഇവർ ഹീമോഗ്ലോബിനിൽ അയണായിട്ട് അറ്റാച്ച് ചെയ്താൽ പിന്നീട് ഇവർക്ക് ഓക്സിജനേക്കാളും ഇങ്ങനെയുള്ള ലിഗാൻസിനോടുള്ള അറ്റാച്ച്മെൻറ്റിനുള്ള എബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ഇവർ കാർബൺ മോണോക്സൈഡ്, സയനൈഡ് പോലുള്ള ലിഗാൻസായിട്ട് അറ്റാച്ച് ചെയ്താൽ പിന്നീട് ഓക്സിജനായിട്ട് ഇവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ടിഷ്യൂസിൽ ഓക്സിജൻ ട്രാൻസ്ഫർ ഡെഫിഷ്യൻസി ഉണ്ടാവും, വിച്ച് മേ ലീഡ് ടു ഡെത്ത്. Cyanide ions interfere with cytochrome enzyme, and this is a principal reason for lethal activity. Cyanide ions cytochrome enzyme ആയിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് lethal activity അടക്കം ഉണ്ടാവുന്നത്. By the action of oxidants like nitrites, peroxidases, quinones, etc., methemoglobin is formed in which iron is trivalent and it does not bind with oxygen or carbon monoxide. അതായത് ചില ഓക്സിഡൻസ് ലൈക്ക് നൈട്രൈറ്റ്സ്, പെറോക്സിഡൈസ്, ക്യുനോൺസ് ഇവരുടെയൊക്കെ ആക്ഷൻ കാരണം ഹീമോഗ്ലോബിൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻറ്റു മെത്തിമോഗ്ലോബിൻ. ഈ മെത്തിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ പിന്നീട് ഓക്സിജനും അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, കാർബൺ മോണോക്സൈഡിനും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. But it is capable of interacting with OH and cyanide in alkaline and acidic manner. അതായത് ട്രൈവാലൻ്റ് ആവും. ട്രൈവാലൻ്റ് ആകുമ്പോൾ ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ് ഒന്നും അവർ അറ്റാച്ച് ചെയ്യില്ല. ബട്ട് ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അസിഡിക് ആണെങ്കിൽ സയനൈഡിനൊപ്പം. അപ്പം ദ പ്രസൻസ് ഓഫ് മെത്തിമോഗ്ലോബിൻ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ഓർഗാനിസംസ് causes oxygen deficiency in tissues that we all know.
At the same time, it exhibits useful protective properties. So next we can see the useful protective properties of methemoglobin. It is capable of easily binding cyanide to form cyanomethemoglobin, protecting thereby the organisms against lethal attack by cyanides. For this reason, agents such as sodium nitrate leading to the formation of methemoglobin are used in the therapy of cyanide poisoning. അതായത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഹീമോഗ്ലോബിനായിട്ട് സയനൈഡ് അറ്റാച്ച് ചെയ്തിട്ട് സൈനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അപ്പോൾ അത് ഒരുപാട് പ്രശ്നത്തിന് കാരണമാവും. അപ്പോൾ മെത്തിമോഗ്ലോബിൻ ഫോം ചെയ്തു എന്ന് വെച്ചാൽ പിന്നീട് എന്ത് സയനൈഡ് വന്നാലും അവർ സൈനോ മെത്തിമോഗ്ലോബിനെ ഫോം ചെയ്യുള്ളൂ. ഇവർ ലെത്താൽ അറ്റാക്ക് തടയും എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും സയനൈഡ് പോയ്സണിംഗ് ആയിട്ട് പോയാൽ സോഡിയം നൈട്രേറ്റ് ആണ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം സോഡിയം നൈട്രേറ്റ് ഒക്കെ യൂസ് ചെയ്താൽ മെത്തിമോഗ്ലോബിൻ ഫോം ചെയ്യും. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ആണ്. അതിൻ്റെ സ്ട്രക്ചർ, ഓക്സിജൻ ബൈൻഡിങ് കേപ്പബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.